നമ്മുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വോയിസ് മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അത് കേൾക്കാത്തവർ കേൾക്കുക. അത് കൂടുതലൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അതിൽ വോളിയത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. വോളിയം നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. വോളിയം നമുക്കറിയാം. വോളിയം എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. പക്ഷേ ഇവിടെയുള്ള കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലെങ്ത്തിൻ്റെ യൂണിറ്റും വിഡ്ത്തിൻ്റെ യൂണിറ്റും ഹൈറ്റിൻ്റെ യൂണിറ്റും സെയിം ആയിരിക്കണം. ഒന്നിക്കലെല്ലാം സെൻറ്റിമീറ്ററിൽ തരണം, എല്ലാം സെൻറ്റിമീറ്ററിൽ തരണം, അല്ലെങ്കിൽ എല്ലാം മീറ്ററിൽ തരണം, അല്ലെങ്കിൽ എല്ലാം മില്ലിമീറ്ററിൽ തരണം. മില്ലിമീറ്ററിൽ തരാനൊക്കെ സാധ്യത കുറവാണ്. പക്ഷെ ഞാൻ എൻ്റെ ചോദ്യത്തിൽ മില്ലിമീറ്റർ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അതിൽ കൺവേർട്ട് ചെയ്യാനുള്ള വന്നിരിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു. ലെങ്ത്ത് 15 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 3 മില്ലിമീറ്റർ, ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നിക്കൽ ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, മില്ലിമീറ്ററിലോട്ടേക്ക് മാറ്റാം. ഇപ്പോൾ സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ടേക്ക് മാറ്റാൻ 10 കൊണ്ട് ഗുണിക്കുക ചെയ്യണ്ടേ. അത് ചെയ്ത് ശരിയാണ്. 15നെ 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 150 കിട്ടും. ഈ 3 മില്ലിമീറ്ററിനെ മാറ്റണ്ട, ഓൾറെഡി അത് മില്ലിമീറ്ററിലാണ് ഉള്ളത്. അപ്പം 3 തന്നെ വരും. 2 സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ടേക്ക് മാറ്റിയാൽ 20 മില്ലിമീറ്റർ കിട്ടും. ഇതെല്ലാം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. പക്ഷെ പല ആൾക്കാരും ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടേക്ക് ആക്കാൻ എന്താ ചെയ്യാം, മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ 10 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അതൊന്നും ഇനിയും പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് വരണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് കൺവേർഷൻസ് ഒക്കെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞതാണ് കൺവേർഷൻസ്. അത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം, വേറെ വഴിയില്ല. ഈ കൺവേർഷൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെയുള്ള മില്ലിമീറ്ററാ തന്നതെങ്കിൽ ആ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റാൻ 10 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ടേക്ക് മാറ്റാൻ 10 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കൺവേർഷൻസിൻ്റെ കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് കൃത്യമായിട്ട് ഞാൻ ചെയ്ത് പഠിപ്പിച്ച കാര്യമാണ്, ഒരുപാട് തവണ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ വോളിയമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കൺവേർഷനാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്ന ഭാഗത്ത്, അവസാന ഭാഗത്ത് കപ്പാസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഭാഗത്തുള്ള ഒരു കൺവേർഷൻ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2 എണ്ണം പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേത് നിങ്ങൾക്കറിയാം, എങ്ങനെയാണ് ലിറ്ററിലുള്ള ഒരു ക്വാണ്ടിറ്റിയെ മീറ്റർ ക്യൂബിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് വോളിയത്തിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. പഠിച്ചോണം. ലിറ്ററിനെ മീറ്റർ ക്യൂബിലോട്ടേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എങ്കിൽ അതിനെ 1000 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. 1000 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. ഉദാഹരണം പറയാം. ഒരു ടാങ്കിൽ 15,000 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയാണെങ്കിൽ ആ ടാങ്കിൻ്റെ വോളിയം എത്ര എന്നൊരു ചോദ്യം വന്നാൽ പഠിച്ചോണം. ഇവിടെ തന്നിരിക്കുന്നത് 15,000 ലിറ്റർ ആണ്. ലിറ്ററിനെ വോളിയത്തിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാം. അത് മീറ്റർ ക്യൂബിലോട്ടേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എങ്കിൽ അതിന് 1000 കൊണ്ട് ഹരിക്കണം. അപ്പൊ 15,000ത്തെ 1000 കൊണ്ട് ഹരിച്ചാൽ എന്ത് സംഭവിക്കും മക്കളെ? ഈ 0 ക്യാൻസൽഡ്, 0 ക്യാൻസൽഡ്, 0 ക്യാൻസൽഡ്. 15/1, അതായത് 15 മീറ്റർ ക്യൂബ് എന്നുള്ള ഉത്തരം കിട്ടും. വീണ്ടും ഞാൻ പറയാണ്, യൂണിറ്റ് ശ്രദ്ധിക്കണം. മീറ്റർ ക്യൂബ്. ലിറ്ററിനെ മീറ്റർ ക്യൂബിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി വേറെയും പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? നമുക്ക് വോളിയത്തിന് 2 യൂണിറ്റുകൾ അറിയാം. ഒന്ന് സെന്റിമീറ്റർ ക്യൂബും ഉണ്ട്, മീറ്റർ ക്യൂബും ഉണ്ട്. പഠിച്ചോണം. സെന്റിമീറ്റർ ക്യൂബും ഉണ്ട്, മീറ്റർ ക്യൂബും ഉണ്ട്. വോളിയത്തിന് 2 യൂണിറ്റുകളാണുള്ളത്. അതിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ലിറ്ററിലാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്നത് എങ്കിൽ അതിനെ സെന്റിമീറ്റർ ക്യൂബിലോട്ടേക്ക് മാറ്റാം, മീറ്റർ ക്യൂബിലോട്ടേക്ക് മാറ്റാം. അതെങ്ങനെയാണ്, ഏതിലേക്ക് മാറ്റണം തീരുമാനിക്കുന്നത്? ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും എല്ലാം ഏതിലാ തന്നത് എന്ന് നോക്കുക. എല്ലാം സെന്റിമീറ്ററിലാണെങ്കിൽ നിങ്ങൾ സെന്റിമീറ്റർ ക്യൂബിലോട്ടേക്ക് മാറ്റിയാൽ മതി. എല്ലാം മീറ്ററിലാണെങ്കിൽ മീറ്റർ ക്യൂബിലോട്ടേക്ക് മാറ്റിയാൽ മതി. ഇനി കൺവേർഷൻസ് പഠിക്കുക. ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലോട്ടേക്കാണ് മാറ്റേണ്ടത് എങ്കിൽ അതിനെ
1000 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ലിറ്ററിനെ മീറ്റർ ക്യൂബിലോട്ടേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ 1000 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഡിഫറൻസ് ഇരുന്ന് പഠിച്ചോളുക. എക്സാമ്പിൾ എടുക്കാം. ഒരു ടാങ്കില് 5 ലിറ്റർ വെള്ളം കൊള്ളും, 5 ലിറ്റർ വാട്ടർ കൊള്ളും. അങ്ങനെയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റി എത്ര? കപ്പാസിറ്റി വെച്ചാൽ അതിന്റെ വോളിയം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? തന്നിരിക്കുന്നത് ലിറ്ററിലാണ്. ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 1000 കൊണ്ട് ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ടാങ്കിന്റെ വോളിയം എന്ന് പറയുന്നത് 5 ഗുണിക്കണം 1000 ആയിരിക്കും. അതായത് 5000 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും ആൻസർ. യൂണിറ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ചോദ്യം ശ്രദ്ധിക്കണം. സെന്റിമീറ്റർ ക്യൂബിലേക്കാണ് കാണാൻ പറഞ്ഞത് എങ്കിൽ ലിറ്ററിനെ 1000 കൊണ്ട് ഗുണിക്കണം. ഇതാ 5 ലിറ്റർ അല്ലേ ഇവിടെയുള്ളത്? 5 ഗുണിക്കണം 1000, 5000 സെന്റിമീറ്റർ ക്യൂബ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഇനി ഇതന്നെ വേറെ എങ്ങനെ ചോദിക്കാം? നമുക്ക് മീറ്റർ ക്യൂബിലാണ് കാണേണ്ടത് എന്ന് വിചാരിക്കാം. ഇപ്പോ ഒരു ചോദ്യം എടുക്കാം. ഒരു ടാങ്കില് 15000 ലിറ്റർ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റി മീറ്റർ ക്യൂബിൽ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ മാർക്ക്. മീറ്റർ ക്യൂബിൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന ലിറ്ററിനെ മീറ്റർ ക്യൂബിലോട്ടേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഹരിക്കണം. അപ്പൊ എന്ത് ചെയ്യും? എത്ര ലിറ്ററാ? 15000 ലിറ്റർ. അപ്പൊ 15000 ഹരിക്കണം 1000. നേരത്തെ ചെയ്ത പോലെ എത്ര കിട്ടും? 15 മീറ്റർ ക്യൂബ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ വീണ്ടും പറയുന്നു, യൂണിറ്റ് ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലോട്ടേക്കാണ് പറഞ്ഞതെങ്കിൽ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. ഉദാഹരണം 5 ലിറ്റർ എന്ന് വെച്ചാൽ ആ ടാങ്കിന്റെ കപ്പാസിറ്റി സെന്റിമീറ്റർ ക്യൂബിൽ കാണാൻ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അതാണ് 5000 സെന്റിമീറ്റർ ക്യൂബ്. ഇത് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയെ, ലിറ്ററിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയെ മീറ്റർ ക്യൂബിലോട്ടേക്കാണ് മാറ്റേണ്ടത് എങ്കിൽ നിങ്ങൾ 1000 കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഹരിക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ? ഇനി സംശയമില്ലല്ലോ. ആ കാര്യം മറന്നു പോകരുത്. അത് വോളിയത്തിന്റെ ഭാഗത്ത് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം, ഈ ഗുണനൊക്കെ തെറ്റിച്ചവരുടെ ഒന്നും പറയുന്നില്ല. ഗുണനൊക്കെ 4ാം ക്ലാസ് മുതലേ പഠിക്കുന്നവരാണ്. ആ ഗുണനൊക്കെ ചെയ്ത് പഠിച്ചോളാം. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഏതാണ് ചെറുതും വലുതും എന്നുള്ളൊരു ചോദ്യം പിന്നെ വന്നിട്ടുണ്ട്. 24.160, 24.90. ഇതിലേതാണ് വലുത്? പലരും ഇതാണ് വലുത് എന്ന് എഴുതി. ഉത്തരം തെറ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്പർ ആദ്യം ആ നമ്പറിന്റെ ഡെസിമലിന് മുമ്പേയുള്ള നമ്പർ നോക്കുക. ഡെസിമലിന് മുമ്പേ ആരാണ്? 24 ശരിയാണ്. അപ്പൊ അതിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? അടുത്ത നമ്പർ നോക്കുക. അടുത്ത നമ്പർ ആരാണ് മക്കളെ? അടുത്ത നമ്പർ പോയിന്റ് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ എത്രയാണ്? 1 ആണ്. ഇത് 9 ആണ്. 1 ആണോ വലുത്? 9 ആണോ വലുത്? 9 ആണ് വലുത്. അത് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് അറിയില്ലേ? 1 ആണോ വലുത്? 9 ആണോ വലുത്? 9 ആണ് വലുത്. അതുകൊണ്ടാണ് ഈ നമ്പർ വലിയ നമ്പർ ആയത്. അല്ലാതെ ഇവിടെ എത്ര നമ്പർ ഉണ്ട് എണ്ണാൻ പോകരുത്. ഇത് 1, 2, 3. ഇവിടെ 1, 2. അപ്പൊ ഇവിടെ 3 ഉണ്ടല്ലോ. അപ്പൊ ഇത് വലുത് എന്ന് എഴുതിയാൽ ഉത്തരം പൊട്ടത്തെറ്റാണ്. ഇത് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. 25.67, 25.84, 2 എന്നും കൂടി ഇട്ടോ. ഇതിലേതാണ് വലുത്? നിങ്ങൾ നോക്കുക. 25 ഇവിടെയുണ്ട്, ഇവിടെ 25 ഉണ്ട്. അപ്പൊ പിന്നെ അതിൽ നോക്കിയിട്ട് കാര്യമില്ല. പോയിന്റ് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഇവിടെ 6 ആണ്. ഇവിടുത്തെ നമ്പർ 8 ആണ്. അപ്പൊ തന്നെ പറയാം ഇതാണ് വലുത്. ഈ നമ്പറാണ് വലിയ നമ്പർ. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. 30.240, 30.91. ഇതിലേതാണ് വലുത്? ഇവിടെ നോക്കുക. ഇത് 30 സെയിം ആണ്. ഇവിടെ 2 ഇടയ്ക്ക് 30 ഉണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അടുത്ത നമ്പർ ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ആരാണ്? ഇവിടെ 2 ആണ്.
ഇവിടെ 9 ആണ്. 0.9 പറഞ്ഞാൽ നിയർലി 1 ആണെടാ. 1ന്റെ അടുത്തേക്ക് എത്തി. അതായത് 39.9 പറഞ്ഞാൽ 31ന്റെ അടുത്തെത്തി കഴിഞ്ഞ സാധനം. ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് ഏതാ വലുത്? ഇതാണ് വലുത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. നോക്കാം. 25.671 25.682. ഇതിലേതാണ് വലുത്? 25 സെയിം ആണ്, 2ൽ 25 ഉണ്ട്, പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. അടുത്ത നമ്പർ ആരാണ്? 6.6 2ൽ സെയിം ആണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. അടുത്ത നമ്പർ നോക്കുക, 7 ആണ്. ഇവിടെ 8 ആണ്. അപ്പൊ ഏതാണ് വലുത്? 8 ആയിരിക്കും വലുത്. 25.682 ആയിരിക്കും വലിയ നമ്പർ. അങ്ങനെയാണ് നമ്മൾ ഏതാണ് ചെറുത് അല്ലെങ്കിൽ ഏതാണ് വലുത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ആ കാര്യമാണ് മറ്റൊരു ചോദ്യമായിട്ട് എക്സാമിന്, മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കൺവേർഷൻസ് ആണ്. അതായത് മിക്സഡ് ഫ്രാക്ഷനിൽ മിക്സഡ് ഫ്രാക്ഷനെ നോർമൽ ഫ്രാക്ഷനിലേക്കുള്ള കൺവേർഷൻ ആണ്. അത് കൃത്യമായി ക്ലാസ്സിൽ പറഞ്ഞാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് പഠിച്ചോണം. പിന്നെയുള്ളത് ലെങ്ത് ഓഫ് 1 റോഡ് 3 1/2 മീറ്റർ ആണ്. ഒരു റോഡിന്റെ ലെങ്ത് 3 1/2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 8 റോഡിന്റെ ലെങ്ത് എത്രയാണ്? അപ്പോൾ 8 × 3 1/2 ഈക്വൽ ടു 8 × 3 1/2 വെച്ചാൽ എത്രയാ? 3 × 2 6 1 7 7/2. ആൻസർ എത്രയാണ് കിട്ടുക നിങ്ങൾക്ക്? 8ൽ 2 4 ടൈംസ് പോവും. 7 4 28 എന്നുള്ള ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ. അത്തരം പ്രോബ്ലംസ് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് പഠിക്കുക. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഫാക്ടറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. അതിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണുന്നത് പഠിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണുന്നത് പഠിക്കണം. പിന്നെ ഓൾ ഫാക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. എങ്ങനെയാണ് എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കുന്നതും ചെയ്ത് പഠിക്കണം. പിന്നെയുള്ളത് ടാബുലേഷൻ ചെയ്ത് പഠിക്കണം. അതിനുശേഷം വരുന്ന കാര്യമാണ് എന്ത്? റൈറ്റ് ദ ഗിവൺ നമ്പർ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ. PN എന്ന് പറഞ്ഞാൽ PN പണിക്കർ അല്ല, പ്രൈം നമ്പർ. ക്ലിയർ ആണല്ലോ. അത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. ഇത്രയും ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആവറേജ് പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്തോണം. ആവറേജിൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. ആവറേജിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. അതേപോലെ തന്നെ ഫ്രാക്ഷൻ്റെ എല്ലാ ഓപ്പറേഷൻസും പഠിക്കണം. എല്ലാ ഓപ്പറേഷൻസും കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. കഴിഞ്ഞ ദിവസം നടന്ന മാത്സ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ലെങ്ത്ത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഏരിയയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് എന്താണെന്നുള്ള ചോദ്യം വന്നു. ലെങ്ത്തും കൊടുത്തു, അതിൻ്റെ ഏരിയയും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് എന്താണ്? അത് കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഒരു റെക്റ്റാങ്കിളിൻ്റെ കേസിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ വിഡ്ത്താണ്. അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × ലെങ്ത്ത് പ്ലസ് വിഡ്ത്താണ്. അത് മറന്നു പോകരുത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. ഇത്രയും ഭാഗങ്ങളാണ് എക്സ്ട്രാ അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് ആഡ് ചെയ്യാനുള്ളത്. അത് കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഈക്വൽ ഫ്രാക്ഷൻസ് ഉള്ളത് കൃത്യമായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ ലീസ്റ്റ് ഫോം ഇതിൽ 5ാം ക്ലാസ്സിന് പഠിക്കുന്നതാണ്. ഈക്വൽ ഫ്രാക്ഷനും ലീസ്റ്റ് ഫോമെല്ലാം കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നത്. പരീക്ഷ എളുപ്പമായിരിക്കുമെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ പഠിച്ചു വരാമെന്ന് കരുതി ആരും വരണ്ട. കൃത്യമായിട്ട് പഠിച്ചവർ മാത്രം എന്നും പറയുന്ന ഇത് ഇപ്പോഴല്ല എപ്പോഴും പറയുന്നതാണ്. കൃത്യമായിട്ട് പഠിച്ചവർ മാത്രം പരീക്ഷ വന്നിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.